സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരിക്കലും നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സൊസൈറ്റിയിൽ മുഴുവനുണ്ട്. സിനിമാ രംഗത്ത് മാത്രമല്ലല്ലോ. ഈ സിനിമാ രംഗത്തുള്ളവരാരാ? യഥാർത്ഥത്തിൽ ഈ സൊസൈറ്റിയുടെ ഈ നിന്ന് പോയവരും തന്നെയാണല്ലോ. മനുഷ്യൻ പല രീതിയിൽ അത് പുറത്തുമുണ്ട്, സിനിമക്കകത്തുമുണ്ട്. അപ്പോൾ അടുത്ത കാലത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത് പോലെ സിനിമാ രംഗത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യം നമ്മൾ സിനിമയിലുള്ള കാര്യം മാത്രമല്ല, ലോകത്തെവിടെയും അങ്ങനെ നടക്കാൻ പാടില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും എല്ലാവർക്കും ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുക. വേറൊരാളുടെ സ്പേസ് അതിക്രമിച്ച് കിടക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. നമ്മുടെ സ്വന്തം സ്പേസ് എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ലാതെ മനുഷ്യത്വപരമായിട്ട് അതിനപ്പുറം ഒന്നുമില്ല. അല്ല, ഇരയും പ്രതിയും അമ്മയുടെ മക്കളാണെന്ന് പറയുന്ന സമൂഹത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പൊ വളരെ സജീവമായിട്ട് പോലീസ് അന്വേഷിക്കുന്നു. അപ്പോൾ സത്യം അറിയുന്നതിന് മുമ്പ് ആരുടെയെങ്കിലും തലയിൽ എന്തെങ്കിലും കെട്ടിവെക്കുന്ന ഒരു കാര്യമില്ല. സത്യം അറിഞ്ഞിട്ടില്ല, ഈ സത്യം അറിയട്ടെ. പോലീസ് സജീവമായി ഞാൻ ചെയ്യേണ്ടിയൊന്നല്ലല്ലോ. എനിക്ക് ഇതിനെ പറ്റിയിട്ട് അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതിനാണല്ലോ പോലീസ് വളരെ മിടുക്കികളായിട്ടുള്ള പോലീസുകാർ വിശദമായി അന്വേഷിക്കുന്നതാണ് പത്രത്തിലൊക്കെ കാണുന്നത്. സ്വാഭാവികമായിട്ടും അതവർ കണ്ടുപിടിക്കും. പോലീസുകാർ കുറച്ച് തീരുമാനത്തിലാണെന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷണം നടക്കുന്ന ഒരു വിഷയമാണിത്. ആ അന്വേഷണം നടക്കുന്നതിനിടയിൽ എൻ്റെ സ്വന്തമായ ഒരു അഭിപ്രായത്തിന് യാതൊരു പ്രസക്തി ഇല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മളാരും ഈ അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന മനസ്ഥിതിയുള്ളവരല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ആരും അത് ആഗ്രഹിക്കുന്നില്ലായിരിക്കും. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെ കുറിച്ച് ഏറെ പ്രസ്താവന നടത്തുന്ന അങ്ങ് ഈ സിനിമയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തെ കുറിച്ച് ഒരു മൗനം അവലംബിക്കുന്ന പോലെ തോന്നുന്നു. ഞാനിപ്പോ സംസാരിക്കുന്നുണ്ടല്ലോ, വിഷം മാറിയിട്ടല്ല സംസാരിക്കുന്നത്. സിനിമയിൽ ചൂഷണം നടക്കുന്നുവെന്ന് അങ്ങയുടെ സഹപ്രവർത്തകരാണ് ഇത്തരത്തിൽ പരാതിപ്പെടുന്നത്. എന്നിട്ടും അങ്ങ് അക്കാര്യത്തിൽ ഒരു കർശനമായ നിലപാട്. ശരിക്കുള്ള കാര്യം ഞാൻ പറയട്ടെ. ഈ പറഞ്ഞ ഈ അതിക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ സ്ഥിരമായിട്ട് അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സംഗതിക്ക് ആരും അങ്ങനെ ചൂഷണം ചെയ്യപ്പെടാൻ നിന്നുകൊടുക്കുന്നുണ്ട്. എന്നെ ചൂഷണം ചെയ്യാൻ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഒരു ചൂഷണം ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. അറിയാത്ത കാര്യം, ചൂഷണം എന്ന് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലാണ്? ഞാൻ പറയുന്നത് ഒരു ഇൻസിഡന്റ് പോട്ടെ, ഏത് രീതിയിലാണ് ചൂഷണം എന്നറിയാതെ നമ്മൾ എങ്ങനെ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയും? ഒരു ചാൻസ് ചോദിച്ച് ചെല്ലുമ്പോൾ, അതേപോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മൊബൈലിലേക്കുള്ള മെസ്സേജുകളിൽ പോലും അശ്ലീലം കലർന്ന ഭാഷയിൽ കാര്യങ്ങൾ ചോദിക്കുക. അശ്ലീല ചൂഷണത്തെ കുറിച്ചാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ വിഷയം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ മറ്റേ ഭക്ഷണത്തിന്റെ കാര്യം നിങ്ങൾക്ക് തീരെ പിടിച്ചിട്ടില്ല. ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഞാൻ പലതരത്തിലുള്ള ചൂഷണങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതൊരു ചൂഷണമല്ലേ? അതെ, അതൊരു ചൂഷണമാണ്. അതെ, ഞാൻ പറയുന്നത് പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള ചൂഷണത്തെ കുറിച്ചാണ് എന്റെ അറിവിൽ പെട്ട കാര്യങ്ങളല്ലാതെ എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടൊരു ഇൻസിഡന്റ് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എത്രയോ കാലമായിട്ട് സിനിമയിലുള്ള ഒരാളെന്ന നിലയിൽ എന്നെ ആരും ചൂഷണം ചെയ്തിട്ടില്ല. മറ്റാരെങ്കിലും ചൂഷണം ചെയ്യുന്നതായിട്ട്, അങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ടയാളൊരു കംപ്ലൈന്റ് പറഞ്ഞതായിട്ട് ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലാണ് ഞാൻ വായിക്കുന്നത്. അല്ലാതെ എനിക്കറിയില്ല. പത്രങ്ങളിൽ വായിക്കുന്നു. ഇപ്പോൾ ഒരു ആക്ട്രസ് പിന്നെ ഒരഭിപ്രായം പറഞ്ഞത്, ഈ സിനിമയിൽ സ്ത്രീകൾക്ക് ഗോഡ് ഫാദർമാരില്ലാത്തൊരു കാലം വരണം. അതെന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ആരാണ് ഈ ഗോഡ് ഫാദർമാർ? എൻ്റെ പ്രതികരണമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതികരണം എൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നും വിചാരിക്കാൻ പാടില്ല. ഇതൊക്കെ തന്നെയാണ് എൻ്റെ പ്രതികരണം. സമൂഹത്തിന് ഗുണകരമായ പ്രതികരണം എന്തൊക്കെയാണെന്ന് കുറേശ്ശെ എനിക്ക് ബോധ്യമുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ?